സംഘർഷം കൂടുതൽ കടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ യുദ്ധത്തിന്റെ ദിശയും സ്വഭാവവും ഒരേ സമയം മാറുന്നൊരു നിർണായക ഘട്ടത്തിലാണ് ലോകമിന്ന് സാക്ഷ്യം വഹിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ ഏറ്റവും ശ്രദ്ധേയമായി ഉയർന്നുവരുന്ന ചോദ്യം ഇതാണ്: ഇറാൻ ശരിക്കും തളർന്നോ, അല്ലെങ്കിൽ അത് വെറുമൊരു പ്രചരണ കഥ മാത്രമാണോ? നിരവധി ആക്രമണങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും ശേഷം ഇറാൻ തന്റെ വ്യോമ പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ടു എന്ന ആരോപണങ്ങളെ നേരിട്ട് വെല്ലുവിളിച്ച് വീണ്ടും ശക്തമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഖതം അൽ അൽബിയ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സ് വ്യക്തമാക്കുന്നത് പോലെ രാജ്യത്തിന്റെ ആകാശപരിധിയിൽ പൂർണ്ണ നിയന്ത്രണം തിരിച്ചുപിടിക്കാനുള്ള ഇറാന്റെ പ്രതിജ്ഞ വെറും രാഷ്ട്രീയ പ്രസ്താവനയല്ല, മറിച്ച് യുദ്ധഭൂമിയിൽ തെളിയിച്ച സാങ്കേതിക ശേഷിയുടെയും തന്ത്രപരമായ തയ്യാറെടുപ്പിന്റെയും പ്രതിഫലനമാണെന്നാണ് അവരുടെ നിലപാട്. ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം തകർന്നുവെന്ന് അവകാശപ്പെട്ട അതേ സമയത്താണ് ഇറാൻ തിരിച്ചടികളിലൂടെ തന്നെ ആ വാദങ്ങളെ പൊളിച്ചെഴുതാൻ ശ്രമിച്ചത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള പോരാട്ടം ഇപ്പോൾ ആയുധങ്ങൾക്കപ്പുറം സാങ്കേതിക വിദ്യയുടെയും വിവരശേഖരണത്തിന്റെയും പുതിയൊരു തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അമേരിക്കയുടെ അത്യാധുനിക യുദ്ധവിമാനങ്ങളായ F-15E, A-10 എന്നിവ ഇറാൻ വെടിവെച്ചിട്ടത് ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. വെറും സൈനിക ശക്തിയേക്കാൾ ഉപരിയായി കൃത്രിമ ബുദ്ധിയും ഉപഗ്രഹ വിവരങ്ങളും ഉപയോഗിച്ച് ശത്രുവിന്റെ നീക്കങ്ങൾ മുൻകൂട്ടി അറിയാൻ ഇന്ന് ഇറാന് സാധിക്കുന്നുണ്ട്. ചൈനീസ് കമ്പനികളുടെ സാങ്കേതിക സഹായം ഈ കാര്യത്തിൽ ഇറാന്റെ പ്രതിരോധ കരുത്ത് വർദ്ധിപ്പിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ 48 മണിക്കൂർ സമയപരിധി ഇറാൻ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കണമെന്നും സമാധാന കരാറിൽ ഒപ്പിടണമെന്നുമുള്ള ട്രംപിന്റെ ഭീഷണിക്ക് നരകത്തിന്റെ വാതിൽ നിങ്ങൾക്കായി തുറക്കുമെന്നാണ് ഇറാൻ മറുപടി നൽകിയത്. തങ്ങളുടെ ഊർജ്ജ നിലയങ്ങൾക്കോ അടിസ്ഥാന സൗകര്യങ്ങൾക്കോ നേരെ ആക്രമണം ഉണ്ടായാൽ മിഡിൽ ഈസ്റ്റിലെ എല്ലാ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്കും ഇസ്രായേലിനും നേരെ ശക്തമായ തിരിച്ചടി നൽകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. യുദ്ധം കടുക്കുമ്പോഴും ഞങ്ങളൊരു പരിഷ്കൃത രാഷ്ട്രമാണെന്ന് ലോകത്തിനു മുമ്പിൽ തെളിയിക്കാൻ ഇറാൻ ശ്രമിക്കുന്നുണ്ട്. കാണാതായ അമേരിക്കൻ പൈലറ്റിനോട് മാന്യമായ സമീപനം സ്വീകരിക്കുമെന്നും അവർ അറിയിച്ചത് ഇതിന്റെ ഭാഗം തന്നെയാണ്. അതേസമയം ബുഷഹർ ആണവ നിലയത്തിന് നേരെയുള്ള നീക്കങ്ങൾ വലിയൊരു ദുരന്തത്തിന് കാരണമായേക്കാമെന്നാണ് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി മുന്നറിയിപ്പ് നൽകിയത്. ഇറാൻ മുന്നോട്ട് വെക്കുന്ന പ്രധാന വാദം അവർ ഇനി പരമ്പരാഗത റഡാർ അധിഷ്ഠിത പ്രതിരോധ സംവിധാനങ്ങളിൽ മാത്രം ആശ്രയിക്കുന്നില്ല എന്നതാണ്. പകരം ഒപ്റ്റിക്കൽ, ഇൻഫ്രാറെഡ് സാങ്കേതിക വിദ്യകളും ചേർന്ന പാസീവ് സെൻസറുകൾ ഉപയോഗിച്ച് ശത്രുവിന്റെ നീക്കങ്ങളെ കൂടുതൽ കൃത്യമായി കണ്ടെത്താനും ലക്ഷ്യമിടാനും കഴിയുന്ന പുതിയ രീതിയിലേക്ക് അവർ മാറിയിരിക്കുകയാണ്. റഡാർ സിഗ്നലുകൾ പുറത്തുവിടാതെ തന്നെ പ്രവർത്തിക്കുന്ന ഈ സംവിധാനങ്ങൾ ഇലക്ട്രോണിക് ജാമിങ്ങിനെയും സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യകളെയും മറികടക്കാനുള്ള ഒരു ശക്തമായ മറുപടിയായി കണക്കാക്കപ്പെടുന്നു. ഉയർന്ന ദൃശ്യ തീവ്രതയുള്ള തെർമൽ ഇമേജുകൾ ഉപയോഗിച്ച് ജെറ്റുകളുടെ എഞ്ചിനുകളിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന താപ സിഗ്നേച്ചറുകൾ പിടികൂടി ലക്ഷ്യം കണ്ടെത്തുന്ന ഈ സംവിധാനം ഇറാന്റെ സാങ്കേതിക പരിണാമത്തിന്റെ തെളിവായി അവർ അവതരിപ്പിക്കുന്നു. യുദ്ധഭൂമിയിൽ ഉണ്ടായതായി ഇറാൻ അവകാശപ്പെടുന്ന സംഭവങ്ങളും അവരുടെ നിലപാടിനെ ശക്തിപ്പെടുത്തുന്നു. F-15E സ്ട്രൈക്ക് ഈഗിൾ യുദ്ധവിമാനവും A-10 വാർത്തോങ് യുദ്ധവിമാനവും വെടിവെച്ചിട്ടതായി അവർ പ്രഖ്യാപിച്ചു. 20 വർഷത്തിലേറെയായി അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ശത്രുവിന്റെ വെടിയേറ്റ് വീഴുന്നത് അപൂർവമായതിനാൽ ഇത് ഇറാന്റെ പ്രതിരോധ ശേഷിയെക്കുറിച്ച് പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചു. ഇറാന്റെ തദ്ദേശീയമായി വികസിപ്പിച്ച മജീദ് മിസൈൽ സംവിധാനമാണ് ഈ വിജയങ്ങൾക്ക് പിന്നിലെ പ്രധാന ഘടകമെന്നാണ് വിലയിരുത്തൽ. താഴ്ന്ന ഉയരത്തിൽ പറക്കുന്ന ലക്ഷ്യങ്ങളെ കണ്ടെത്താനും നശിപ്പിക്കാനും രൂപകൽപ്പന ചെയ്ത ഈ സംവിധാനം പാസീവ്, ഇൻഫ്രാറെഡ്, ഹോമിംഗ്, ഇലക്ട്രോ ഒപ്റ്റിക്കൽ ട്രാക്കിംഗ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നു. റഡാർ ആശ്രയമില്ലാതെ തന്നെ ലക്ഷ്യങ്ങളെ കണ്ടെത്താൻ കഴിയുന്ന ഈ സാങ്കേതിക വിദ്യ ഇറാന്റെ പ്രതിരോധ സംവിധാനത്തെ കൂടുതൽ സ്റ്റെൽത്ത് സ്വഭാവമുള്ളതാക്കി മാറ്റുന്നു. ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യങ്ങളെ പിന്തുടർന്ന് ആക്രമിക്കാൻ കഴിയുന്ന കഴിവും ഇറാന്റെ വ്യോമ പ്രതിരോധ ശൃംഖലയെ ശക്തിപ്പെടുത്തുന്ന ഘടകം തന്നെയാണ്. ഇതുകൂടാതെ റഷ്യയിൽ നിന്ന് വെർബാമാൻ പോർട്ടബിൾ മിസൈൽ സംവിധാനങ്ങളും ചൈനയുടെ HQ-9B പോലുള്ള ദീർഘദൂര പ്രതിരോധ സംവിധാനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇറാൻ തന്റെ പ്രതിരോധ ശക്തി കൂടുതൽ വികസിപ്പിച്ചു വരികയാണ്. സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയുള്ള വിമാനങ്ങളെയും നേരിടാൻ കഴിവുള്ള ഈ സംവിധാനങ്ങൾ ഭാവിയിൽ ഇറാനെ കൂടുതൽ ശക്തമായ പ്രതിരോധ ശക്തിയാക്കി മാറ്റുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം F-15E സ്ട്രൈക്ക് ഈഗിൾ പോലുള്ള അത്യാധുനിക യുദ്ധവിമാനങ്ങളെ ഇൻഫ്രാറെഡ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ലക്ഷ്യമിടുന്നത് സാങ്കേതികമായി വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. എന്നാൽ ഇത്തരം വെല്ലുവിളികൾക്കിടയിലും വിജയകരമായ ആക്രമണങ്ങൾ നടത്തിയതായുള്ള ഇറാന്റെ അവകാശവാദം അവരുടെ തന്ത്രപരമായ തയ്യാറെടുപ്പിനെയും യുദ്ധരംഗത്തെ അനുപാതപരമായ സമീപനത്തെയും അടിവരയിടുന്നു. ശത്രുവിന്റെ ശക്തിയെ നേരിട്ട് നേരിടുന്നതിന് പകരം അവയുടെ ദൗർബല്യങ്ങളെ ലക്ഷ്യമിടുന്ന രീതിയിലാണ് ഇറാൻ തന്റെ പ്രതിരോധം രൂപപ്പെടുത്തുന്നതെന്ന് ഇതിലൂടെ വ്യക്തമാകുന്നു. മൊത്തത്തിലെ സംഭവ വികാസങ്ങൾ ഒരു കാര്യം മാത്രം വ്യക്തമാക്കുകയാണ്: ഇറാനിനി പ്രതിരോധപരമായി മാത്രം പ്രവർത്തിക്കുന്ന ഒരു രാജ്യമല്ല, മറിച്ച് സാങ്കേതികമായി വികസിപ്പിച്ച ഒരു ശക്തിയായി മാറുകയാണ്. പരമ്പരാഗത യുദ്ധരീതികളെ മറികടന്ന പാസീവ് സെൻസറുകൾ, കൃത്യമായ മിസൈൽ മാർഗനിർദ്ദേശം, ബഹുദൂര പ്രതിരോധ ശൃംഖല എന്നിവ ഉപയോഗിച്ച് അവർ പുതിയ യുദ്ധരീതിയെ ആവിഷ്കരിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ ആധിപത്യം ചോദ്യം ചെയ്യപ്പെടുന്ന ഈ ഘട്ടത്തിൽ ഇറാൻ തന്റെ സ്വയംരക്ഷാ കഴിവുകൾ ശക്തമായി പ്രകടിപ്പിച്ചുകൊണ്ട്
ആഗോള രാഷ്ട്രീയത്തിൽ പുതിയ ശക്തി സമവാക്യങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണെന്നതാണ് ഈ സംഭവത്തിന്റെ പ്രധാന സന്ദേശം.